സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ടർബൈൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ഗ്യാസ് ടർബൈൻസിനകത്തെ എഫിഷ്യൻസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു, ഗ്യാസ് ടർബൈൻ വിത്ത് റീജനറേറ്റർ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പഠിച്ചു. സെക്കൻഡ് പോർഷനാണ് ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഇതിനകത്ത് ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം എന്നുള്ളത് നോക്കുക. ജനറലി ഈ ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുന്നത്, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം, എഫിഷ്യൻസി ഈക്വൽ ടു നെറ്റ് വർക്ക് ഓർ ഷാഫ്റ്റ് വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. സോ ഈ ഇക്വേഷനകത്തു നിന്ന് ഹീറ്റ് സപ്ലൈഡ് എന്നുള്ളത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, ഇല്ലേ? ഹീറ്റ് സപ്ലൈഡ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. സോ ഈ ഹീറ്റ് സപ്ലൈഡ് കുറച്ചുകൊണ്ട് എഫിഷ്യൻസി കൂട്ടുന്ന മെത്തേഡായിരുന്നു നമ്മൾ റീജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചത്. നെക്സ്റ്റ് മെത്തേഡ് എങ്ങനെ നമുക്ക് ഗ്യാസ് ടർബൈൻ്റെ എഫിഷ്യൻസി കൂട്ടാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഈ നെറ്റ് വർക്ക് ഓർ ഷാഫ്റ്റ് വർക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. കാരണം എഫിഷ്യൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വർക്ക് ഔട്ട്പുട്ട്. സോ എഫിഷ്യൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വർക്ക് ഔട്ട്. ദാറ്റ് ഈസ് ഷാഫ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദി കംപ്രസർ ആണല്ലോ. സോ ഈ കംപ്രസറിൻ്റെ വർക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യിക്കാം, അല്ലേ? സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഒറ്റയടിക്ക് കംപ്രസ് ചെയ്യാതെ ആ എയറിനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ കംപ്രഷൻ ചെയ്യും. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റേജസ് ആണ് ഉപയോഗിക്കുക. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്രഷനാണ് 1 to 2 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ, ദറ്റ് ഈസ് 2 കംപ്രസേഴ്സ് ആർ ദെയർ. അതിനിടയ്ക്ക് ഒരു ഇൻ്റർ കൂളർ നമ്മൾ വയ്ക്കും. സോ വർക്കിംഗ് ഇങ്ങനെയാണ്. ദ എയർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ എൻറ്റേഴ്സ് ഇൻ ടു ദി ലോ പ്രഷർ കംപ്രസർ വെയർ ഇറ്റ് ഗെറ്റ് കംപ്രസ്ഡ് ഇൻ ടു ഹൈ പ്രഷർ. ഓക്കെ, ഇത് ലോ പ്രഷർ കംപ്രസറാണ്. ഇതിൽ നിന്ന് എയർ ഹൈ പ്രഷറിലേക്ക് എത്തുന്നു. ദെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ ആൻ ഇൻ്റർ കൂളർ വെയർ ദ ടെമ്പറേച്ചർ ഓഫ് ദി എയർ ഈസ് റെഡ്യൂസ്ഡ് ടു ഇനിഷ്യൽ ടെമ്പറേച്ചർ. അത് അസംഷനാണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ വരെ എങ്ങനെയായാലും റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇൻ്റർ കൂളറിനകത്തോടെ ഇത് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഇനിഷ്യൽ ടെമ്പറേച്ചറിലേക്ക് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ദെൻ ഇതിനെ എഗെയിൻ നമ്മൾ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്രസറിനകത്തേക്ക് പാസ് ചെയ്യുന്നു. അവിടെ വെച്ചത് വീണ്ടും കംപ്രസ് ആകുന്നു. കംപ്രസ് ആയതിനു ശേഷം നമുക്ക് റിക്വയർഡ് പ്രഷർ എത്രയാണോ അത്രയും പ്രഷറിൽ എയർ സ്റ്റേജ് 4 എത്തുന്നു. ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഗ്യാസ് ടർബൈൻ്റെ പോലെയാണ്. ഈ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റ് നേരെ വരുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന എയർ നേരെ കമ്പഷൻ ചേമ്പറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ ഫ്യൂവൽ ബേൺ ചെയ്ത് ഈ വരുന്ന ഹൈ പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നു. സോ അറ്റ് സ്റ്റേറ്റ് 5 വരുന്നത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയറാണ്. ആ എയർ നേരെ നമ്മളുടെ ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്നു. ടർബൈൻ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? ടർബൈനിൽ വർക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത എയർ നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ആകുന്നു. ക്ലോസ്ഡ് ടർബൈൻ ക്ലോസ്ഡ് സൈക്കിൾ ആണെങ്കിൽ അത് നേരെ ഇൻലെറ്റിലേക്ക് തന്നെ വരുന്നു. ഓപ്പൺ സൈക്കിൾ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ആകുന്നു. ഇതാണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്, ഹൗ ടു കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി. സോ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി, ഇവിടെ 2 കംപ്രസറുണ്ട്, ഒരു ടർബൈൻ ഉണ്ട്. സോ വർക്ക് ഇൻപുട്ട് ടു ദി ഫസ്റ്റ് സ്റ്റേജ് കംപ്രസർ ഈക്വൽ ടു നമുക്കറിയാം വർക്ക് ഡൺ MCP ഡെൽറ്റ T, ദറ്റ് ഈസ് MCP ഇൻറ്റു T2 മൈനസ് T1. നെക്സ്റ്റ് വൺ, work input to the second stage of compressor, that is WC2 equal to MCP into second stage എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് സ്റ്റേജ്, ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, ദറ്റ് ഈസ് MCP into T4 മൈനസ് T3. ഇനി ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. സോ ഫസ്റ്റ് കംപ്രസറിൻ്റെയും സെക്കൻഡ് കംപ്രസറിൻ്റെയും ആ വർക്ക് തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ കംപ്രസർ വർക്ക് കിട്ടും. ദാറ്റ് ഈസ് WC1 പ്ലസ് WC2. WC1 എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. WC2 നമുക്കറിയാം. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഇനി വേണ്ടത് വർക്ക് ഡൺ ബൈ ദി ടർബൈൻ. വർക്ക് ഡൺ ബൈ ദ ടർബൈൻ ഈക്വൽ ടു ടർബൈൻ 5 to 6 ആണ് അതിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. സോ വർക്ക് ഡൺ MCP ഡെൽറ്റ T, ദാറ്റ് ഈസ് T6 മൈനസ് T5 അല്ല, സോറി,
T5 minus T6 because T5 is the higher temperature. Higher temperature minus lower temperature. This is the work done by the turbine. ഇനി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർക്കാണോ നമുക്ക് ഈ ഒരു ഗ്യാസ് ടർബൈനിൽ നിന്ന് പുറത്ത് വരുന്ന വർക്ക്, ദാറ്റ് ഈസ് ടർബൈൻ്റെ വർക്കിൽ നിന്നും കംപ്രസറിൻ്റെ വർക്ക് മൈനസ് ചെയ്യുമ്പോൾ റിമൈനിങ് കിട്ടുന്ന വർക്കാണ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഡൺ ബൈ ദ ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദ കംപ്രസറിൻ്റെ വർക്ക് നോക്കുമ്പോൾ 2 കംപ്രസറിൻ്റെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഹീറ്റ് സപ്ലൈഡ് Q is equal to mCp into T5 minus T4 because ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ അല്ലേ, കമ്പഷൻ ചേമ്പറിലല്ലേ. സോ T5 മൈനസ് T4 ആണ് ഹീറ്റ് സപ്ലൈഡ്. ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈ ഈക്വൽ ടു mCp T5 മൈനസ് T4. എഫിഷ്യൻസി ഓഫ് ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർകൂളർ, ദാറ്റ് ഈസ് വർക്ക് ഡൺ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ ഇതേണ്ടേ ഈ എഴുതിയിരിക്കുന്നത് നേരെ എഴുതി, ഹീറ്റ് സപ്ലൈഡ് ഇത് താഴോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. mCp കോമൺ ആയത് കാരണം അത് ക്യാൻസലായി. സോ ഇതാണ് എഫിഷ്യൻസി ഓഫ് ഗ്യാസ് ടർബൈൻ യൂസിങ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്കിതിനകത്തൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതായത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ, ആ ഇൻ്റർകൂളർ പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ നമ്മളുടെ T1 അതേ ടെമ്പറേച്ചർ അതായത് T3 വരുന്ന, അതായത് ഇൻ്റർകൂളറിൽ നിന്ന് പുറത്ത് വരുന്ന ഈ ഒരു ടെമ്പറേച്ചറും ഇനിഷ്യൽ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആകാറില്ല, അസംഷനാണ്. സോ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ ആ ഇൻ്റർകൂളർ ഈ ഫസ്റ്റ് കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണോ അത്രയും ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യും എന്നാണ് പറയുന്നത്. അത്രയും ടെമ്പറേച്ചർ വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ PV ആൻഡ് TS ഡയഗ്രാം ഒന്ന് നോക്കാം. ആദ്യം PV ഡയഗ്രാം ഫസ്റ്റ് പ്രോസസ് 1 to 2, ദാറ്റ് ഈസ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം റെഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 to 2. വോളിയം റെഡ്യൂസ് ചെയ്യുന്നു, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. 1 to 2. നെക്സ്റ്റ് 2 to 3 ഇൻ്റർകൂളറാണ്. അവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിഡക്ഷൻ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ദാറ്റ് ഈസ് 2 to 3 ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്ന കാരണമാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്, റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ. സോ 2 to 3. നെക്സ്റ്റ് 3 to 4 അഗെയിൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ. ഈ 2 to 3 ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു, സിമിലർലി വോളിയം ഡിക്രീസ് ചെയ്യുന്നതുമായിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് 3 to 4 നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ. അഗെയിൻ വോളിയം ഡിക്രീസസ്, പ്രഷർ ഇൻക്രീസസ്. നെക്സ്റ്റ് 4 to 5 കമ്പഷൻ പ്രോസസ്. കോൺസ്റ്റൻറ്റ് പ്രഷർ കമ്പഷനാണ് അവിടെ നടക്കുക. കമ്പഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ 4 to 5 കാണിച്ചിരിക്കുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷർ കമ്പഷൻ പ്രോസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 5 to 6 എന്ന് പറയുന്നത് ടർബൈനാണ്. ടർബൈനകത്ത് എക്സ്പാൻഷനാണ് നടക്കുക. എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർകൂളിങ്ങിൻ്റെ PV ഡയഗ്രാം. ഇനി നമുക്കിതിൻ്റെ TS ഡയഗ്രാം നോക്കാം. സോ ഇതാണ് TS ഡയഗ്രാം. TS ഡയഗ്രത്തിൽ പ്രോസസ് 1 to 2 ഐഡിയൽ കേസിലാണെങ്കിൽ 1 to 2 എന്ന് പറയുന്നത് ഫസ്റ്റ് കംപ്രസറിലെ 1 to 2 എന്ന് പറയുന്ന ഫസ്റ്റ് കംപ്രസറിലെ കംപ്രഷൻ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. അതായത് നമ്മൾ പഠിച്ചതാണ് ഈ ബ്രൈറ്റൺ സൈക്കിളിനകത്തെല്ലാം കംപ്രഷൻ പ്രോസസ്സോ എക്സ്പാൻഷൻ പ്രോസസ്സോ നടക്കുക ഐസെൻട്രോപ്പിക്കലി ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ കേസിൽ അതങ്ങനെ നടക്കത്തില്ല എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ 2 സ്റ്റേജിലായിട്ടാണ് കംപ്രഷൻ നടക്കുക. ദാറ്റ് ഈസ് 1 to 2, 3 to 4 അങ്ങനെ 2 സ്റ്റേജിലായിട്ടാണ് നടക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഐഡിയൽ കേസാണ്. പക്ഷേ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ആക്ച്വൽ കേസിൽ ഇത് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവും. ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയിരിക്കത്തില്ല. നമുക്ക് ഡിസൈൻഡ് ടെമ്പറേച്ചറിനേക്കാളും ഒരല്പം ടെമ്പറേച്ചർ കൂടുതലായിട്ടായിരിക്കും റിയൽ കേസിൽ കിട്ടുക.
എന്താണ് റീസൺ നമ്മൾ പറഞ്ഞതാണ്, ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആൻഡ് ടർബുലൻസ് അല്ല അതിൻ്റെ റീസണാണ്. സോ 3 to 4' അതായിരുന്നു ഐഡിയൽ കേസ്. പക്ഷേ ആക്ച്വൽ കേസിൽ അത് 3 to 4 അതുപോലെ തന്നെ ടർബൈൻ്റെ കേസിൽ 5 to 6 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആയിരുന്നു. പക്ഷേ അത് ആക്ച്വലി 5 to 6 ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ TS ഡയഗ്രാം. സോ ഈ ഒരു ഡയഗ്രാം നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക, TS ഡയഗ്രാം. അതുപോലെ PV ഡയഗ്രാം, ഈ ഒരു PV ഡയഗ്രവും നമ്മൾ പഠിച്ചിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലംസും ഡെറിവേഷൻസും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അതുപോലെ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോബ്ലത്തിനകത്തൊക്കെ ചോദിക്കാറുണ്ട്. ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ 2-ലും 3-ലും ഉള്ളതാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ. അതായത് ഈ ഇൻ്റർകൂളർ ഇടയ്ക്ക് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ വരാനുള്ള കാരണം, 2-ലും 3-ലും. ദാറ്റ് ഈസ് ഇവിടെ ഈ ഇൻ്റർകൂളർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഇൻ്റർകൂളിംഗ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നേരെ ഈ പ്രോസസ്സ് 1-ൽ നിന്ന് നേരെ 4-ലേക്ക് അങ്ങ് പോയേനെ, അല്ലെങ്കിൽ 4' അങ്ങ് പോയേനെ. ഇവിടെ ഇങ്ങനൊരു ഡീവിയേഷൻ വരത്തില്ല. സോ ഈ ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 and P3 അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഈ P2 and P3 will be equal to the square root of higher pressure into lower pressure. That is P2 equal to P3 equal to square root of P4 into P1 or P5 into P6. ഈ P4-ഉം P5-ഉം സെയിം ആണ്, അതുപോലെ P1-ഉം P6-ഉം സെയിം ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് T1 ഈക്വൽ ടു T3, അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. സോ അതിനകത്ത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് പ്രഷർ P2 ഈക്വൽ ടു P3 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് P1 ഇൻറ്റു P4. ആ സെയിം തന്നെ P1-നെയും P4-നെയും P6 ആൻഡ് P5 വെച്ച് റീപ്ലേസ് ചെയ്തും നമുക്ക് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് P6 ഇൻറ്റു P5.